ഹായ് ഓൾ, കുറച്ച് നാളുകൾക്ക് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ യാത്ര മക്കൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം തിങ്കൾ രാത്രിയിലാണ് ഞങ്ങളിങ്ങനൊരു യാത്രയെപ്പറ്റി പ്ലാൻ ചെയ്തത്. അപ്പോഴേക്കും അവർ ഉറങ്ങിക്കഴിഞ്ഞു. എന്നാൽ നേരം വെളുത്ത് എണീറ്റ് വന്നപ്പോഴാണ് ഇങ്ങനൊരു യാത്രയുടെ കാര്യം തന്നെ അവരറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ കോട്ടൂർ എന്ന സ്ഥലത്ത് ഉള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളവിടെ എത്തിയത് ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും ആയിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ജസ്റ്റ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു ആന കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ കാണാമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിന് വന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത്. ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് സന്ദർശകർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഫുഡ് കൊടുക്കും, അതിനുശേഷം വെള്ളം കൊടുക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ ആനകളെയും വരിവരിയായിട്ട് അവയുടെ കൂടുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രാവിലത്തെ കുളിയും ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കൂട്ടിലേക്ക് പോകുന്ന ഒരു ആനയുടെ ദൃശ്യമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. നല്ലൊരു ക്യാൻറ്റീനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ മറ്റുള്ള ആനകളെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കുസൃതിയുള്ള ഒരു ആന ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് മനു എന്നാണ്. 7 വയസ്സാണ് പ്രായം. ഈ ആനയുടെ ചില കുസൃതികളൊക്കെ ഞങ്ങളുടെ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. 2 ഷോർട്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് രണ്ടും ഈ ആനയുടെ തന്നെ വിവിധ തരത്തിലുള്ള കുസൃതികളാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ അടുത്ത് നേരെ പോയത് മീൻമുട്ടി വാട്ടർഫാൾസിലേക്കാണ്. ഏകദേശം 1 മണിയോടെയാണ് അവിടെ എത്തിയത്. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. അതുപോലെ കാറിനാണെങ്കിൽ 40 രൂപയാണ്. പിന്നെ വിസിറ്റിംഗ് ടൈം രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ്. തലേദിവസം രാത്രിയാണ് ഞങ്ങൾ ടൂറിൻ്റെ കാര്യം പ്ലാൻ ചെയ്തെങ്കിലും രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി അത്യാവശ്യം ഉള്ള കറികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊണ്ടുപോകുന്നവർക്ക് അവിടെ പാറയുടെ പുറത്തിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലീസിന് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബട്ടർഫ്ലൈ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോയപ്പോൾ കണ്ടതുകൊണ്ട് എടുത്തതാണ്. ഒരു വെറൈറ്റി തോന്നിയതുകൊണ്ട് എടുത്തതാണ്. കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം, ഒപ്പം നല്ല തണുപ്പുമാണ്. അതുപോലെ ഇപ്പോൾ വളരെയധികം ചൂട് കൂടിയ സമയം കൂടിയാണ്. അപ്പോൾ ഇതുപോലെ കുറേ നേരം വെള്ളത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ തന്നെ ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മീൻമുട്ടി വാട്ടർഫോൾസ് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പൊന്മുടിയിലോട്ട് പോയായിരുന്നു. പൊന്മുടിയിൽ 4 മണി വരെയാണ് എൻട്രി ടൈം. മീൻമുട്ടിയിൽ അതേ ടിക്കറ്റ് റേറ്റ് തന്നെയാണ് പൊന്മുടിയിലും. നല്ല മഴയുള്ള സമയമാണെങ്കിൽ പൊന്മുടിയിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എൻട്രി ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വരേണ്ടതാണ്. കാരണം ഞങ്ങൾ മുന്നേ ഒരിക്കൽ ഒരു 4-5 മാസം മുന്നേ പോയപ്പോൾ അന്ന് മഴയില്ലായിരുന്നു. പക്ഷേ മരം എന്തോ ഒടിഞ്ഞ വഴിയിലുണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. പലതവണ പൊന്മുടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വഴിയിൽ ഇറങ്ങി നിന്നിട്ട് ഞങ്ങൾക്ക് ഈ പ്രകൃതി സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ജസ്റ്റ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ നല്ല നല്ല കാഴ്ചകളാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ്.
ഇപ്പം ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. പോകുന്ന വഴി തന്നെ ഈ കോട ഇറങ്ങുന്നത് നന്നായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. പലതവണ പൊന്മുടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. പല ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കോട ഇറങ്ങുന്നതിൻ്റെയൊക്കെ. പക്ഷേ ഞാൻ അപ്പോഴേക്കും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇതുപോലത്തെ കാലാവസ്ഥയായിരുന്നു ടോപ്പിൽ. പക്ഷേ കുറേ കഴിഞ്ഞ ശേഷം നന്നായിട്ട് കോട ഇങ്ങനെ വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തി ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ടവറൊന്നും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും കോടയുണ്ടായിരുന്നു. നോക്കൂ, എന്ത് മനോഹരമായ ഒരു ദൃശ്യാനുഭവമല്ലേ പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് പോയി കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ദൃശ്യാനുഭവം നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും ഏകദേശം 1.25 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൊന്മുടി എത്താൻ കഴിയും. എന്നാലും പല തവണ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൃശ്യാനുഭവം കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം ഹാപ്പിയായി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു. പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു യാത്രയിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഒപ്പം ഈ പൊന്മുടിയിലെത്തിയപ്പോൾ ഇങ്ങനൊരു ദൃശ്യാനുഭവം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുടുംബവുമൊത്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പൊന്മുടി. പൊന്മുടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ കോട്ടൂർ, മീൻമുട്ടി, പൊന്മുടി ഇങ്ങനെ തന്നെ നമ്മുടെ യാത്ര അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് 1 ഡേ ട്രിപ്പ് എന്നുള്ള നിലയിൽ. ഇവിടേക്ക് KSRTC ബസ് സർവീസ് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട് നിന്നുമൊക്കെ 15 മിനിറ്റൊക്കെ ഇടവിട്ട് പൊന്മുടി ബസ്സുണ്ട്. തിരിച്ചും അതുപോലെ തന്നെ നമുക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. ഏകദേശം 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ചെറിയ മഴയുടെ ലക്ഷണമൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. ജസ്റ്റ് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാറ്റൽ മഴയുടെ ഒരു ദൃശ്യാനുഭവം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. വളരെയധികം സന്തോഷത്തോടെയും നിറഞ്ഞ മനസ്സോടെയും അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിൽ നിന്നും ഇറങ്ങി. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കുറച്ച് വീഡിയോസൊക്കെ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് കാണാത്തവരും അതൊന്ന് പോയി കാണണേ.